പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പോകിക്കിടക്കണ കണ്ട് കർത്താവ് സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും
ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട് ഈശോയെ. കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം ഈശോയെ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന അള്ളസിൻ്റെ കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിലെ എപ്പോഴും നമ്മൾക്ക് വരുന്നൊരു വിഷയം, ചില സമയത്ത് ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ കൃപ നമുക്ക് സീറോയായി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുക. എങ്ങനെയാണ് അച്ഛനത് മനസ്സിലാക്കുന്നത് വെച്ചാൽ, അതായത് സാക്ഷ്യം വഹിക്കാൻ കരുത്തില്ലാത്ത രീതി വരുമ്പോൾ ഓർക്കണം കൃപ സീറോ ആയെന്ന്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസരങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ളതാണെന്നാണ്. എല്ലാ അവസരങ്ങളും, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പോൾ ഇതാണ് വിഷയം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഏറ്റുപറയാനുള്ള അവസരങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരങ്ങൾ ആണ് സാക്ഷ്യം വഹിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കുന്നാൾ നിങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് അഖില എന്ന് പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ആ ഒരു ജോലി മാത്രമേ ഉപജീവന മാർഗത്തിനുള്ളൂ. അവൾ പറഞ്ഞ് ഞാൻ ശനിയാഴ്ച വന്ന് ക്ലാസ് എടുത്തോളാം, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, പിന്നെ പ്രാർത്ഥന ദിവസമാണതെന്ന് പറഞ്ഞ് അവളത് ഉപയോഗിച്ച് അതാണ് ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ്. ചില ആൾക്കാരാണെങ്കിൽ പറയും കുർബാന പോയാലെന്ന് കുഴപ്പമില്ല, നാളെ കാണാനില്ല, ജോലി പോയാൽ എങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കലാണ് ദൈവമേ. നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് പറയിപ്പിച്ച് നിങ്ങളെ ശരിക്കും മാറ്റി നിർത്തുകയാണ്. ശരി, നിങ്ങൾക്കൊരു അവസരം തന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉദരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആളല്ല എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ചതിക്കുഴികളാണ് വരുന്നത്. ആർക്കും ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, വിശ്വാസിയാണെന്ന് നടിക്കാൻ പറ്റത്തില്ല. നടിക്കുമ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്നിട്ട് പറയും, നീ റെസ്പോണ്ട് ചെയ്യാൻ പറയും. അപ്പോഴേ സത്യസന്ധമായിട്ടല്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കള്ളവിശ്വാസങ്ങളൊന്നും വിലപ്പോകത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണെന്ന്. അപ്പം മോശ കാലഘട്ടവും കാലാവസ്ഥയും ജീവിത അവസ്ഥയും കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള, പിന്നീട് എന്ത് സംഭവിക്കും, ആ സാക്ഷ്യത്തിൽ നമ്മൾ ജയിച്ചാൽ പിന്നെ നിൻ്റെ ജീവിതം മൊത്തം ദൈവം ഏറ്റെടുക്കുകയാണ്, നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാം. അപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് മുമ്പാണ് ദൈവം സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരണത്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം, എല്ലാ അനുഗ്രഹങ്ങൾക്കും മുമ്പും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരും. ചിലർക്കത് മനസ്സിലാവും, ചിലരങ്ങനെ ഉറപ്പിച്ച് നിൽക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻജുവാൻ്റെ സാക്ഷ്യം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. കാനഡയിൽ അവർക്ക് ജോലിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് 28 വയസ്സുണ്ട്, അവർക്ക് പഠിക്കണവർ. പക്ഷേ എന്ത് ചെയ്യും,
എന്നാലും ഈ ബൈബിളും കൊണ്ടുപോയി അവൾ ജോലി ചെയ്ത സ്ഥലത്ത് ബൈബിൾ വെക്കും. അപ്പോൾ ബൈബിളിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാകും, ബൈബിൾ വിശ്വസിക്കാത്തവരുണ്ടാകും. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കാൻ. കാര്യത്തിൽ ആ ഒരു ത്രെഡ് എടുത്തിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് അവൾ പറയും. അങ്ങനെയാണ് ഓരോ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം വന്നാൽ എന്തിനാണ് നമ്മളിത് പറഞ്ഞതെന്നറിയാമോ? അത് പറയാൻ കാരണം, ചില സമയത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ തോന്നത്തില്ല, പേടിച്ചു പോകും, പതറിപ്പോകും, നമ്മൾ മറന്നു പോകും. അപ്പോൾ ഓർക്കേണ്ടത് കൃപ. നമ്മൾ എന്താ അതിന് പറയണത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബൈക്കിൻ്റെ റിസർവ് പോലും എണ്ണ ഉണ്ടാകത്തില്ല. റിസർവ് കൃപ പോലും ഉപയോഗിച്ച് മാറും. കാര്യം ഓരോരുത്തർ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ റിസർവ് കൃപയും തീർന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. റിസർവ് കൃപയും തീർന്നു. അങ്ങനെ വന്നാൽ, റിസർവ് കൃപയും തീർന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ആ കാലഘട്ടം അത് ജീവിക്കണത്? ജീവിക്കണത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിനയപ്പെടണം. വിനയപ്പെട്ട് യേശുവിനെ ഈ ബാങ്ക്രപ്റ്റ്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് യേശുവിനെ ചലിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഒരു വലിയ ഒരു സന്ദേശം എന്താ? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ പാർത്തു. അപ്പോൾ നമ്മളത് നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്ത് നമ്മളെ തന്നെ വിനയപ്പെടുത്തണം. അപ്പം അങ്ങനെ വിനയപ്പെട്ട് കഴിയുമ്പോൾ അതാണ് ഈ ശതാധിപനൊക്കെ സംഭവിക്കുന്നത്. ശതാധിപനെ വായിച്ച് ലൂക്ക 7:6-7 തിരുവചനങ്ങൾ. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു. ഇയാളുടെ കൃപ റിസർവാണ്. കാര്യം എന്താണ്? ഇയാളെ ശതാധിപന് ഒത്തിരി കൊല്ലയായിട്ട് നടക്കുന്ന ആളാണ്. കൃപ റിസർവിൽ ഇല്ല, കൃപ ഇല്ല. പക്ഷെ അയാളെ കൃപ ശരിക്കും നമ്മൾ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞല്ലേ, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു സിറ്റുവേഷന് ഈ മനുഷ്യൻ ഫുൾ ടാങ്ക് അടിക്കണം കണ്ടല്ലേ. ഫുൾ ടാങ്ക് അടിക്കണം എങ്ങനെ? കൃപയുടെ ഫുൾ ടാങ്കാണ് ഇയാൾ അടിക്കണേ. എങ്ങനെ അടിക്കണേ? അയാൾ 2-3 വാക്കുകൾ പറഞ്ഞേ. കർത്താവിനെ വഴി വെച്ച് കണ്ട അയാൾ. കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. വിജാതിനായി മനുഷ്യൻ പറഞ്ഞ വാക്കാണ് കർത്താവ് കുർബാന വരുമ്പോൾ ഇന്ന് സഭ പറയണത്. എന്താണ്? അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതായത് ഈ ശതാധിപന് ശരിക്കും 0- കൃപയിൽ നിൽക്കുന്ന ഒരാൾ കൃപയുടെ ഫുൾ ടാങ്കിലേക്ക് വരണത് ഈ വിനീത അവസ്ഥയിലൂടെയാണ്. അതാണ് അമ്മ പറഞ്ഞത്, അവിടുന്ന് തൻ്റെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃപ എങ്ങാനും ബാങ്ക്രപ്റ്റ്സ് ആയിപ്പോയാൽ നേരെ ഡൗൺ ചെയ്ത് അഹങ്കാരം മാറ്റി, ഹുങ്ക് മാറ്റി, തൻപൂർവ മനോഹം മാറ്റിയിട്ട് നേരെ എളിമപ്പെട്ട് 0- വരണം. എല്ലാവരുടെയും ക്ഷമിച്ച്, എല്ലാവരുടെയും ദാസനായി, എല്ലാവരുടെയും ശുശ്രൂഷകനായി തൻ്റെ നിസ്സഹായ അവസ്ഥ ഏറ്റുപറഞ്ഞിട്ട് സഹായിക്കണം. ഞാൻ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ് എന്ന് പറയണത്. വെറുതെ എളിമപ്പെട്ടിട്ട് കാര്യമില്ല. അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നത്. ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറിയമേ, നീ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നെന്ന് പറയും ആ സംഭവം. അപ്പം എന്തെങ്കിലും ഒരു ബാങ്ക്രപ്ഷൻ വന്നാൽ ശതാധിപനെ പോലെ നേരെ താഴേക്ക് വന്നിട്ട് ഈ കൃപയുടെ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണത് ഫുൾ ടാങ്ക് അടിക്കാൻ നമുക്ക് പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.